അപ്പോൾ മാത്സിൽ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഗുണിക്കലും ഹരിക്കലും കൂട്ടലും കുറയ്ക്കലും ഒക്കെ ഒരുമിച്ച് വരുന്ന ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ആൻസറുകൾ തെറ്റിപ്പോകാറുണ്ട്. അതിൻ്റെ റീസൺ നമുക്ക് ബോർഡ് മാസ് നിയമങ്ങൾ കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ്. അതായത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ചില കൃത്യമായ ഓർഡർ ഉണ്ട്, അതനുസരിച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഓർഡർ അത് പറയുന്ന നിയമമാണ് ബോർഡ് മാസ് നിയമങ്ങൾ. അപ്പോൾ അതിനെ പറ്റിയിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിന് കുറച്ച് ഭാഗങ്ങൾ കൂടി ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്ത് പോക്കാൻ പറ്റുന്ന കേസും പോക്കാൻ പറ്റാത്ത കേസുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ പ്രോബ്ലം ഇങ്ങനെയാണ്: 4 × 6 × 7/2 ഇങ്ങനെയാണ് നമ്മുടെ കേസ് എന്ന് വിചാരിക്കും. ഇങ്ങനെയാണ് നമുക്ക് ഏതുമായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്ത് പോക്കാം. അതായത് 7 എന്തായാലും കട്ട് ചെയ്ത് പോക്കാൻ പറ്റില്ല, കാരണം 7 2 പോകില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് 6 കട്ട് ചെയ്ത് പോക്കാം. എങ്ങനെ കട്ട് ചെയ്ത് പോക്കുന്നത്? എങ്ങനെയാണ്? 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ എപ്പോഴാണ് 6 വരുന്നത്? കട്ട് ചെയ്ത് പോക്കാൻ എല്ലാവർക്കും ഒരുവിധം അറിയുമായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാണ്. ഇനി അഥവാ അറിയില്ലെങ്കിൽ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 2 × 3 ആണ് 6. അതുകൊണ്ട് 6നെ കട്ട് ചെയ്ത് നോക്കി നമുക്ക് 3 എന്ന് എഴുതാം. അഥവാ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് 4 കട്ട് ചെയ്ത് പോക്കാം. കാരണം 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 4 ഉണ്ട്. അപ്പോൾ എത്ര പ്രാവശ്യമാണ്? 2 × 2 ആണ് 4. 2 × 2 ആണ് 4. ഇങ്ങനെയും ചെയ്യാം. അതിനുശേഷം ഇത് കട്ട് ചെയ്ത് പോക്കണം. അപ്പോൾ അതിനുശേഷം നമുക്ക് എങ്ങനെ ചെയ്യാം? 2 × 6 × 4നെ കട്ട് ചെയ്ത് നോക്കി. ഇവിടെ 2 ആണുള്ളത്. 2 × 6 × 7 ചെയ്തിട്ട് ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ തന്ന പ്രോബ്ലത്തിൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മാത്രം ഉള്ളെങ്കിൽ നമുക്ക് ഏത് സംഖ്യയുമായിട്ടും കട്ട് ചെയ്ത് പോകാം. അതുപോലെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ 6 × -7 ആണെന്ന് വിചാരിക്കാം. പക്ഷെ അതും പ്രോബ്ലം ഇല്ല, കാരണം ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. മൈനസ് എന്ന് പറയുന്നത് 7ന്റെ സൈന് മാത്രമാണ്, ക്രിയ അല്ല. മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ ക്രിയ. അതുകൊണ്ട് തന്നെ ഇതും പ്രശ്നമില്ല, ഇങ്ങനെ വരികയാണെങ്കിലും പ്രശ്നമില്ല. പക്ഷെ മറ്റൊരു കേസ് നോക്കാം. ഈ പ്രോബ്ലം വരുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കും: 6 × 7 + 8 / 2 ഇങ്ങനെയാണ് വരുന്നത് വിചാരിക്കുക. ഈ ഡിവൈഡഡ് ബൈ ഫുള്ള് ഇവിടെ 8 വരെ ഉണ്ടെങ്കിൽ മാത്രമാണ്. നേരത്തെ കേസിൽ 6 × 4 × 7 അല്ലായിരുന്നോ? അതിൻ്റെ കേസിൽ ഇവിടെ മാത്രമേ ഉള്ളൂ 2 എങ്കിൽ പോലും ഒരു വിഷയമില്ല, കാരണം ഇതൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് പോക്കാം. അതിന് നടുവിൽ പ്ലസ്സോ മൈനസോ അങ്ങനെ ഇല്ലെങ്കിൽ, അതായത് സൈനായിട്ടല്ല, ജസ്റ്റ് ഒരു സൈനായിട്ട് തരുന്നതല്ല ഉദ്ദേശിച്ചത്, ക്രിയ ആയിട്ട് അതായത് മൾട്ടിപ്ലിക്കേഷൻ ഇല്ലാതെ വെറും മൈനസ് മാത്രമോ വെറും പ്ലസ് മാത്രമോ തന്നാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അല്ലാതെ വെറും മൾട്ടിപ്ലിക്കേഷൻ മാത്രമാണെങ്കിൽ 7ന്റെ മാത്രം താഴെയാണെങ്കിലും നമുക്ക് 6 കട്ട് ചെയ്ത് പോക്കാം, 4 കട്ട് ചെയ്ത് പോക്കാം, ഇഷ്ടമുള്ളതായിട്ട് കട്ട് ചെയ്ത് പോക്കാം. ഒരു പ്രാവശ്യം മാത്രമേ കട്ട് ചെയ്ത് പോക്കാൻ പാടുള്ളൂ. 6 കട്ട് ചെയ്ത് പോക്കി കഴിഞ്ഞാൽ പിന്നെ 4 കട്ട് ചെയ്ത് പോക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ 3 × 4 × 7 ചെയ്തിട്ട് ആൻസർ എഴുതുക. പക്ഷെ ഇവിടെ അങ്ങനെ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇടയ്ക്കൊരു പ്ലസ് വന്നു. ഈ പ്ലസ് വന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ? പ്ലസ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഡിവൈഡഡ് ബൈനെ മുറിക്കുന്നൊരു സാധനമാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി എഴുതാം: 6 × 7 ഈ 2നെ കൊടുക്കുക, അതുപോലെ പ്ലസ് കഴിഞ്ഞ ശേഷം 8നും ഈ 2നെ കൊടുക്കുക. അതായത് ഇവർക്ക് 2 പേർക്കും 2 ബാധകമാണ്. 6 മാത്രം കട്ട് ചെയ്ത് പോക്കാൻ പറ്റില്ല, കാരണം ഇത് 8നും ബാധകമാണ് ഈ 2. പ്ലസ് ഇട്ടിട്ട് വേർതിരിച്ചതാണ് ഇവരെ, 2 ഗ്രൂപ്പായിട്ട് വേർതിരിച്ചതാണ് പ്ലസ് ഇട്ടിട്ട്. അപ്പോൾ 6ന് മാത്രമല്ല 2 ബാധകം, 8നും 2 ബാധകമാണ്. 2 പേർക്ക് തുല്യമായിട്ട് കൊടുക്കണം. അപ്പോൾ ഒരാളുമായിട്ട് മാത്രം കട്ട് ചെയ്ത് പോക്കാൻ പറ്റില്ല, 2 പേർക്ക് തുല്യമായിട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ 6 × 7/2 + 8/2 എന്ന് നമുക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് വേണേൽ കട്ട് ചെയ്ത് പോക്കാം. ഇവിടെ 6ൽ 3 പ്രാവശ്യമാണ് 2 ഉള്ളത്. 8ൽ എത്ര തവണ 2 ഉണ്ട്? 4 തവണ. അപ്പോൾ 3 × 7 + 4 ഇങ്ങനെ വരും. 3 × 7 എത്രയാ? 21 + 4 വരും. ഇങ്ങനെ ചെയ്തു നോക്കാം. അതായത് നടുവിൽ പ്ലസ്സോ മൈനസോ ഉണ്ടെങ്കിൽ
അത് ഇവരെ വേർതിരിക്കുന്ന ഒരു അതിർത്തി പോലെ, ഒരു മതിൽ പോലെയാണ്. അപ്പോൾ ഇവരെ വേർതിരിക്കുന്ന, അതായത് ഇതൊരു ടീമും ഇത് മറ്റൊരു ടീമുമാണ്. അപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും 2-ൽ ഒരേപോലെ അവകാശമുണ്ട്. ഇതിന് ചുവട്ടിലേക്ക് ഇതുപോലെ ഡിവൈഡഡ് ബൈ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇവരുമായിട്ട് മാത്രം കട്ട് ചെയ്ത് നോക്കിയാൽ മതി, 8-ന് ബാധകമല്ല. പക്ഷേ 8 വരയ്ക്കും ഡിവൈഡഡ് ബൈ ഉണ്ടെങ്കിൽ അത് 8-നും ബാധകമാണ്. ഈ ഗ്രൂപ്പിനും 2 വേണം, ഈ ഒരു ഗ്രൂപ്പിനും 2 വേണം, രണ്ടു പേർക്കും 2 വേണം. അപ്പം നമുക്ക് ഇതുപോലെ 2 ആയിട്ട് മാറ്റിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് 2-നെ കട്ട് ചെയ്ത് പോക്കാൻ പറ്റും. അതില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ വർക്ക് ചെയ്യാം. 6 × 7 + 8 ചെയ്ത ശേഷം നമുക്ക് 2-നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മൊത്തത്തിൽ ചെയ്ത ശേഷം 2-നെ കൊണ്ട് ഡിവൈഡ് ചെയ്താലും കുഴപ്പമില്ല. അല്ലാതെ ഒരു സംഖ്യ മാത്രമായിട്ട്, ഒരു ഭാഗത്തിന് മാത്രമായിട്ട് 2-നെ കൊടുത്ത് നമ്മൾ കട്ട് ചെയ്യരുത്. ഇങ്ങനെയാണ് പ്രോബ്ലം വരുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 5-ന് 3 ബാധകമല്ല. പിന്നെ 3 നമുക്ക് 6-നെ കട്ട് ചെയ്ത് പോക്കണോ, 9-നെ കട്ട് ചെയ്ത് പോക്കണോ, 12-നെ കട്ട് ചെയ്ത് പോക്കണോ? പക്ഷേ നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് പോക്കാൻ പറ്റില്ല, കാരണം ഈ 3 എല്ലാവർക്കും ബാധകമാണ്. ഈ പ്ലസ് എന്ന് പറയുന്നത്, പ്ലസ് മാത്രമല്ല മൈനസ് ഞാൻ ഇവിടെ ഇട്ടിട്ടില്ല, തൽക്കാലം നമുക്കിത് മൈനസ് ആക്കാം. ഒരു വർക്ക് മൈനസ് ആക്കാം. ഓക്കെ, ഇത് മൈനസ് ആക്കാം. ഓക്കെ, പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും ഇതൊരു വലിയ അതിർത്തിയാണ്, ഒരു അതിർത്തിയാണ്. സംഖ്യകളെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു മതിൽ പോലെയാണ് ഇത്. അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്ന 3 ഇവർക്ക് ഓരോ ഗ്യാങ്ങിനും, ഓരോ ടീമിനും, ഓരോ അതിർത്തിക്കുള്ളിലുള്ള ഓരോ ടീമിനും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു ടീമായിട്ട് മാത്രം കട്ട് ചെയ്ത് പോക്കാൻ പറ്റില്ല, നമ്മൾ എല്ലാവർക്കും വീതിച്ചു കൊടുക്കണം. 5-ന് വേണ്ട, കാരണം 5-ന്റെ ചോട്ടിലേക്ക് ഡിവൈഡഡ് ബൈ ഇല്ല, അതുകൊണ്ട് 5-ന് വേണ്ട. ബാക്കി എല്ലാവർക്കും നമ്മൾ ഇതുപോലെ 6/3 + 2 × 9/3 - 12 × 3/4/3 + 5 ഇങ്ങനെ എഴുതണം. 5-ന് വേണ്ട, അപ്പോൾ 5-ന് 3 ബാധകമല്ല. ഇതെന്താ ആൻസർ വരും? 6/3 എന്ന് പറയുമ്പോൾ 2 വരും, പ്ലസ് ഇതിൽ നമുക്ക് 9-ആയിട്ട് കട്ട് ചെയ്ത് പോക്കാൻ പറ്റും. എത്ര തവണ? 3 തവണ. അപ്പോൾ 2 × 3 6 മൈനസ് ഇതിൽ നമുക്ക് 12-ആയിട്ട് കട്ട് ചെയ്ത് പോക്കാൻ പറ്റും. എത്ര തവണ? 4 ടൈംസ് ആണ്. അപ്പോൾ 4 വന്നു, അതായത് 3 × 4 ആണ് 12. അപ്പോൾ 4 × 3/4 വന്ന്. അപ്പോൾ ഇവിടെ ഇതാ വേറൊരു ബൈ വന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ അതിന് ചോട്ടിലേക്ക് ബൈ ഇല്ലെങ്കിലും നമുക്ക് കട്ട് ചെയ്ത് പോക്കാൻ പറ്റുമെന്ന് പറഞ്ഞ്. പ്ലസ് വന്നാൽ മാത്രമേ ഉള്ളൂ ചോട്ടിലേക്ക് ബൈ വേണം എന്നുള്ള നിർബന്ധമുള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കട്ട് ചെയ്ത് പോക്കാൻ പറ്റും. 4-ഉം 4-ഉം കട്ട് ചെയ്ത് പോക്കി. 1 ടൈംസ് 1 എഴുതിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ 3 മാത്രമേ ഉള്ളൂ. ഇനി ബാക്കി 3 + 5. എക്സ് ഉള്ളതും എക്സ് ഇല്ലാതും തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അതായത് ചക്കയും മാങ്ങയും കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട് കണക്ക് പറയില്ലല്ലോ. 4 ചക്കയും 3 മാങ്ങയും ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ചക്ക മാങ്ങ എന്ന് പറയില്ല. അതുപോലെ തന്നെ ഇവിടെ എക്സ് ഉള്ളതും എക്സ് ഇല്ലാത്തതും തമ്മിൽ കൂട്ടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കൂട്ടാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി ഉള്ളിലുള്ളത്. കൂട്ടിയതിന് ശേഷം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ അത് നടക്കുന്ന വിഷയമല്ല, കൂട്ടാൻ പറ്റില്ല. വേണമെങ്കിൽ ഇതൊക്കെ കൂട്ടിയിട്ട് ഒരുമിച്ച് എഴുതാൻ പറ്റും. എന്നിട്ട് ഇതിനെ ഇങ്ങനെ തന്നെ എഴുതേണ്ടി വരും. അപ്പം നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ 2 ഇവിടെയുള്ള എല്ലാവർക്കും ബാധകമാണ്. ഓരോ പ്ലസും മൈനസും വെച്ചിട്ട് വിഭജിച്ച എല്ലാവർക്കും. അതായത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ രണ്ടിനും കൂടെ 1 കൊടുത്താൽ മതി. പക്ഷെ പ്ലസും മൈനസും വെച്ച് വിഭജിക്കുന്ന ഓരോ ടീമിനും ഈ 2 അവകാശപ്പെട്ടതാണ്. അപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ വരും? 2 × 5 പ്ലസ് 2 × 6. 2 × 6 മൈനസ് അങ്ങനെ തന്നെ എഴുതി. പിന്നെ 2 × 3x 2 × 3x പ്ലസ് അങ്ങനെ തന്നെ എഴുതി. പിന്നെ 2 × 2. ഇതുപോലെ 2-നെ എല്ലാവർക്കും ഓരോ പ്ലസും മൈനസും വെച്ചിട്ട് വിഭജിച്ച എല്ലാവർക്കും. അതായത് ഒരു പ്രോബ്ലം കൂടെ കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെയാണെന്ന് വിചാരിക്കും. 2 × 3 + 5 × 6 - 4 ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 2-നെ 3-ക്കും ഈ 2-നെ 5-നും 6-നും സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം 5-ഉം 6-ഉം ഒരു ടീമാണ്. മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട്
ചെയ്യുന്നതൊക്കെ ഒരു ടീമാണെന്നല്ലേ പറഞ്ഞത്, ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ അവർക്ക് പ്രത്യേകം കൊടുക്കേണ്ട ആവശ്യമില്ല. 5നും 6നും കൂടെ ഒരു 2 മതി. പിന്നെ 2 × 4, അതായത് പ്ലസോ മൈനസോ വെച്ചിട്ട് വിഭജിക്കുന്ന ഓരോ ടീമിന് മാത്രമാണ് നമ്മൾ ഈ 2നെ വിഭജിച്ച് കൊടുക്കേണ്ടത്. നേരത്തെ ഡിവൈഡഡ് ബൈക്ക് പറഞ്ഞതുപോലെ തന്നെ 2നെ ഈ ഓരോ ടീമിനും വിഭജിച്ച് കൊടുക്കണം. പക്ഷെ ഇവിടെ വിഭജിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ 5 × 6 ചെയ്ത ശേഷം ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസറിനോട് 2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ഉള്ളിൽ എക്സും വൈ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ആ സമയത്ത് നമുക്ക് ഉള്ളിലേക്ക് 2നെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരും. 2 × 3 ചെയ്യുക, പിന്നെ ഈ പ്ലസിന് അങ്ങനെ തന്നെ എഴുതുക. പിന്നെ 2 × 5 × 6 ചെയ്യാം, പിന്നെ ഈ മൈനസിന് അങ്ങനെ തന്നെ എഴുതി. പിന്നെ 2 × 4 ഇങ്ങനെ ചെയ്യാം. 6 + 2/4 ആണെങ്കിൽ ഈ 4 2ന് മാത്രം അവകാശപ്പെട്ട 6 ഇതിലൊരു അവകാശമില്ല. നേരെ മറിച്ച് 6 + 2/4 ആണെങ്കിൽ ഈ 4 6നും 2നും ഒരേപോലെ അവകാശമുണ്ട്. അത് അവർക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് 6/4 + 2/4 എന്ന് തന്നെ കൊടുക്കണം. അതുപോലെ 6 × 2/4, ഇവിടെ മാത്രമേ 4 ഉള്ളെങ്കിലും ഇത് ഇവരിൽ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. രണ്ടുപേർക്കും തുല്യമായിട്ട് വിഭജിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവരിൽ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. വേണമെങ്കിൽ 4 6നെ കട്ട് ചെയ്ത് പോക്കാം. ഫുൾ ഡിവൈഡഡ് ബൈ വേണമെന്നില്ല. 6 × 2/4 ഇത് രണ്ടും ഒരർത്ഥം തന്നെയാണ്. കാരണം മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ്. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ മാത്രം, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇതിന് മാത്രമേ ബാധകമുള്ളൂ, ഡിവൈഡഡ് ബൈ ഇതിന് മാത്രമേ ഉള്ളെങ്കിൽ ഇത് മാത്രം ബാധകം. പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഓൾ ഡിവൈഡഡ് ബൈ ഇട്ട് എഴുതിയാലും ഒന്നിന് മാത്രം ഡിവൈഡഡ് ബൈ ഇട്ട് എഴുതിയാലും ഒരേ അർത്ഥം തന്നെയാണ്. നമുക്ക് ആരുമായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് ഒരു പ്രോബ്ലം തന്നത്. ഇങ്ങനെയാണ് ഒരു പ്രോബ്ലം തന്നെങ്കിൽ അതിന് മുന്നേ മറ്റൊരു പ്രോബ്ലം നോക്കാം. 12 ഡിവൈഡഡ് ബൈ 4 × 3. ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ പ്രോബ്ലം ചെയ്യുന്നത് 12 ഡിവൈഡഡ് ബൈ 4 പറഞ്ഞുകൊണ്ട് 4നെ താഴെ എഴുതി 4 × 3 ഡിവൈഡഡ് ബൈ 4 × 3 ഇങ്ങനെ എഴുതില്ല. ഡിവൈഡഡ് ബൈ 4 × 3 എന്ന് പറയുമ്പോൾ ഇതും ഒരുമിച്ച് താഴെ എഴുതില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിവൈഡഡ് ബൈ 4 മാത്രമേ ഉള്ളൂ. × 3 എന്ന് പറയുന്നത് മേലെയാണ്. ഇങ്ങനെ തരുമ്പോൾ നമുക്ക് മനസ്സിലാകില്ല. പക്ഷെ × 3 മേലെ തന്നെയാണ് എഴുതേണ്ടത്, താഴെ എഴുതാൻ പാടില്ല. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ 12 ഡിവൈഡഡ് ബൈ, നമ്മൾ സ്വാഭാവികമായിട്ടും തെറ്റിദ്ധരിക്കുക 4 × 3 അത് ഡിവൈഡഡ് ബൈക്ക് ചോട്ടിലാണ്, ഇതൊരു ടീമായിട്ട് ചോട്ടിലാണെന്ന് നമ്മൾ വിചാരിക്കാം. താഴെയാണെന്ന്, ഡിനോമിനേറ്ററിലാണെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ അങ്ങനെയല്ല. ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ മൊത്തമായിട്ട് 4 × 3 എന്ന് താഴെ തന്നെ എഴുതണം. പക്ഷേ ഇവിടെ ഒരു ബ്രാക്കറ്റ് തന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം 4 മാത്രമേ താഴെയുള്ളൂ. 3 × 3 എന്ന് പറയുന്നത് 12ൻ്റെ കൂടെ ഉള്ളതാണ്. ബ്രാക്കറ്റ് തന്നില്ലെങ്കിൽ മാത്രം, തന്നാൽ ബ്രാക്കറ്റിലുള്ള 2 പേര് ഒരുമിച്ച് നമുക്ക് താഴെ എഴുതാൻ പറ്റും. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ 4 × 3 താഴെ എഴുതിയാൽ മതി. ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ 4 മാത്രമാണ് താഴെ. 3 × 3 എന്ന് പറയുന്നത് മേലെ വരുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഇനി മേലുള്ള ഈ പ്രോബ്ലം നോക്കി നോക്കാം. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 12 ഡിവൈഡഡ് ബൈ 4 അല്ലേ? അടുത്ത ഡിവൈഡഡ് ബൈ എവിടെ എഴുതും? അടുത്ത ഡിവൈഡഡ് ബൈ താഴെ തന്നെയാണ് എഴുതുന്നത്. ഡിവൈഡഡ് ബൈ എന്നല്ലേ പറഞ്ഞത്. അപ്പം 3യും താഴെയാണ് വരിക. ഇത് ഡിവൈഡഡ് ബൈ പറഞ്ഞത് 1ഉം താഴെയാണ് വരിക. 3യും താഴെ വന്നു, 1ഉം താഴെ വന്നു. ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി വീണ്ടും ഡിവൈഡഡ് ബൈ ഇടരുത്. ഇനി ഇടേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇങ്ങനെയാണ് വരിക. 12 വരുന്ന രീതിയിൽ ഞാനൊരു എളുപ്പമുള്ള പ്രോബ്ലം എടുത്തതേ ഉള്ളൂ. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വിൽക്രമം കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടതെന്ന്. അതായത് ഇതിൻ്റെ വിൽക്രമം താഴത്തുള്ളത് 7/3 അല്ലേ? ഇതിൻ്റെ വിൽക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? 7/3ൻ്റെ വിൽക്രമം 3/7 ആണ്. അപ്പം നമ്മൾ എങ്ങനെ വരും? 2/6 വിൽക്രമം കൊണ്ട് ഗുണിക്കണം 3/7. ഇങ്ങനെയാണ് വരുന്നത്. തിരിച്ചിടുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം കട്ട് ചെയ്ത് പോകില്ല. നമുക്ക് 7ന് പകരം കട്ട് ചെയ്ത് പോകുന്നൊരു സംഖ്യ എഴുതാം. 4 എഴുതാം. ഇല്ലെങ്കിൽ നമുക്കൊരു ഭിന്നസംഖ്യ കിട്ടാം. 4 എഴുതിയാലും ഭിന്നസംഖ്യയാണ് കിട്ടുക. എന്നാലും കുഴപ്പമില്ല, നമുക്ക് 4 എഴുതിയ കട്ട് ചെയ്ത് പോകാമല്ലോ. അപ്പോൾ ഇത് 2 വന്ന് ഇത് 2 വന്ന്. പക്ഷെ ഇവിടെ താഴെ എന്തുകൊണ്ടാണ് 2 എഴുതിയത്? താഴെ കട്ട് ചെയ്ത് പോയി നേരത്തേക്ക് നമ്മൾ മേലെയാണ് എഴുതിയത്. പക്ഷെ എവിടെയാണോ വലുത്, എവിടെയാണോ വലിയ സംഖ്യ ഉള്ളത് അവിടെയാണ് നമ്മൾ കട്ട് ചെയ്ത് പോയതിൻ്റെ ആൻസർ എഴുതേണ്ടത്.
അതായത് 6ൽ 3 2 തവണ, 4ൽ 2 2 തവണ. വേണമെങ്കിൽ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, കട്ട് ചെയ്ത് പോക്കാം, ഒരു പ്രോബ്ലം ഇല്ല. എന്നിട്ട് അതിനുശേഷം 3 കൊണ്ട് കട്ട് ചെയ്ത് പോക്കാം. കാരണം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് ആരുമായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്ത് പോക്കാന്ന് നേരത്തെ പറഞ്ഞു. 2/6 ഡിവൈഡഡ് ബൈ ഓൾ ഡിവൈഡഡ് ബൈ, ഇതാണ് വലിയ ഡിവൈഡഡ് ബൈ 3. ഇങ്ങനെയാണ് തരുന്നതെങ്കിൽ ഇതിൻ്റെ അർത്ഥം ഈ 3ക്ക് താഴെ ഒന്നും ഇല്ലല്ലോ. തൽക്കാലം നമുക്ക് 3ക്ക് താഴെ ഒരു ബൈ 1 ഇട്ട് കൊടുക്കാം, പ്രശ്നമില്ലല്ലോ. അങ്ങനെ തന്നാൽ പ്രശ്നമില്ലല്ലോ. കാരണം 3/1 ചെയ്താൽ 3 തന്നെയാണ് ആൻസർ. അതുകൊണ്ട് നമുക്ക് ഒരു a/b/c/d ഫോം കിട്ടാൻ വേണ്ടി വെറുതെ ബൈ 1 ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് വിൽക്രമം കൊണ്ട് ഗുണിക്കാം. 6 × 1/3 ചെയ്യാം അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വേറൊരു കേസും കൂടെ ഉണ്ട്. 2 ഡിവൈഡഡ് ബൈ 6/3. രണ്ടും ഒരേ പ്രോബ്ലം പോലെ തോന്നുന്നുണ്ടാകും, കാരണം രണ്ടും അങ്ങനെ തന്നെ തന്നത്. പക്ഷെ ഇത് 2/6/3 ആയിരുന്നു, ഇത് 2/6/3 ആയിരുന്നു. അപ്പം ഇതിലെങ്ങനെ വരും? ഇതിൽ 2 ഒറ്റക്കാണ്, 2 ആണ് ഒറ്റയ്ക്ക്, അല്ലാണ്ട് 3 അല്ല. 3ന്റെ ചോട്ടിലല്ല 1 ഇടുന്നത്. 6/3 ഒറ്റക്കെട്ടാണ്. അപ്പം 2/1 ആണ് എഴുതുന്നത്. 2/1/6/3 ഇങ്ങനെയാണ് എഴുതേണ്ടത്. എന്നിട്ട് 2/1 × 3/6 ഇങ്ങനെ മാറ്റി എഴുതാം. 6/3/4 ഉണ്ടെങ്കിൽ നമുക്കതിനെ 3/4 ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ബൈ 1 ഇട്ട് കൊടുത്താൽ നമുക്ക് വിൽക്രമം കൊണ്ട് ഗുണിക്കാം. അപ്പം എങ്ങനെയാണ് വരുന്നത്? 6/1 × 4/3 എന്നല്ലേ. അപ്പോൾ കട്ട് ചെയ്ത് പോകുമ്പോൾ 2 അല്ല, കട്ട് ചെയ്ത് പോകണ്ട, തൽക്കാലം ഇങ്ങനെ മതി. അപ്പോൾ 6/1 × 4/3 എന്നല്ലേ വന്നത്, അതായത് 6 × 4/3 എന്നാവുന്നത്. അപ്പോൾ ഇതുപോലെ വിൽക്രമം കൊണ്ട് ഗുണിച്ച് കളിക്കണമെന്നില്ല. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ 6 താഴത്ത് 3/4 ആണുള്ളതെങ്കിൽ നിങ്ങൾ ഒന്ന് ഓർക്കുക, ഈ 4നെ ജസ്റ്റ് മേലെ കയറ്റിയാൽ മതി. പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകരുത് കേട്ടോ. അതായത് 6/3/4 ആണ് വരുന്നതെങ്കിൽ ഇങ്ങനെയല്ല, /4 ആണ് വരുന്നതെങ്കിൽ ഇത് ഇവിടേക്കാണ് വരിക. തമ്മിൽ വ്യത്യാസമുണ്ട്. 6/3/4 ആണ് വരുന്നതെങ്കിൽ ഈ 4 മേലേക്കാണ് കയറുന്നത്, 6ന്റെ കൂടെ. അതായത് 6 × 4/3 എന്നായി മാറും. പക്ഷേ 6/3/4 ആണ് വരുന്നതെങ്കിൽ ഈ 4 കയറുന്നത് 3ന്റെ അടുത്തേക്കാണ്. അതായത് 6/3 × 4 എന്ന് വരും. ഈ രണ്ട് പ്രോബ്ലം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ബൈ 1 ഇട്ട് ചെയ്യുന്നത്. കാരണം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആകും. അപ്പോൾ ബൈ 1 ഇട്ട് ചെയ്താൽ മതി. ഇതിൽ ആർക്കാണോ താഴെ ഒന്നും ഇല്ലാത്തത് അവർക്ക് ബൈ 1 ഇട്ടാൽ കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും.